സാർ പറഞ്ഞല്ല ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഞാൻ തിരക്കഥ എഴുതി തുടങ്ങി. കുറച്ച് സീനുകളൊക്കെ എഴുതി സാറിനെ കാണിച്ചു. സാർ വളരെ ഹാപ്പിയായിരുന്നു. സാറ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കെപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. കാര്യം അടൂർ സാറിനെ പോലെ ഒരാളുടെ സിനിമയ്ക്ക് ഞാൻ തനിച്ചങ്ങോട്ട് സ്ക്രിപ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത്ര ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരു കാര്യമാണ്. ഇത് മോഹൻകുമാർ എഴുതി നമുക്ക് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞങ്ങനെ ഞങ്ങൾ പരസ്പരം ആലോചിച്ചും കൊണ്ടും കൊടുത്തുമൊക്കെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഞാൻ സാറിനത് കൊടുത്തു, മെയിൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതിൽ വീണ്ടും ഇരുന്നു. ഇരുന്ന് പിന്നെ സാറ് ഒരുപാട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സത്യത്തിൽ ഇപ്പം സിനിമയായ സ്ക്രിപ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരുക്കിയ ഒരു തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ്. കോൺട്രിബ്യൂഷനുള്ള ഒരു എന്താ പറയുക, ഞങ്ങളുടെ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊണ്ടും കൊടുത്തും ഞങ്ങൾ തയ്യാറാക്കിയൊരു സിനിമയിലും സാറ് ചില നിർദ്ദേശങ്ങൾ വയ്ക്കും. ഞാൻ ചിലപ്പോൾ അതിനോട് ചോദിച്ചെന്ന് വരും, ചോദിച്ചില്ലെന്ന് വരും. ഞാൻ ചിലത് പറയും, സാറ് എന്നോട് ചോദിച്ചെന്ന് വരും, ചോദിച്ചില്ല എന്ന് വരും. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇഴയെടുപ്പത്തോടെ തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ് ഇപ്പം സിനിമയായത്. ഇത് മമ്മൂട്ടി ഇതിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? മമ്മൂക്ക ഇതിലേക്ക് വരാനിടയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഞങ്ങൾ ഈ സിനിമ ഗോപാലേട്ടനെയാണ് സമീപിച്ചത് സിനിമ നിർമ്മിക്കാനായിട്ട്. ഗോപാലേട്ടനാണ് എൻ്റെ ക്ലിൻറ്റ് നിർമ്മിച്ചത്. ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത ക്ലിൻറ്റ് എന്ന സിനിമ ഹരികുമാർ ഡയറക്റ്റ് ചെയ്ത സിനിമ. ഞങ്ങൾ തമ്മിലുള്ളൊരു പേഴ്സണൽ ബന്ധത്തിൻ്റെ പേരിലാണെന്ന് ആ സിനിമ അദ്ദേഹം എടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴേ ഞാൻ ഗോപാലേട്ടനോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, അടൂർ സാറാണ് സംവിധായകൻ എന്ന് പറഞ്ഞപ്പോൾ ഗോപാലേട്ടൻ വളരെ താല്പര്യത്തോടെ പറഞ്ഞു, പിന്നെന്താ അടൂർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നിർമ്മിക്കാം. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പം നായകനായിട്ട് മമ്മൂട്ടി തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. കഥാപാത്രം മമ്മൂക്ക ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. നായകൻ മമ്മൂക്ക ആയിരിക്കും നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഗോപാലേട്ടൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പിന്നെ അടൂർ തന്നെ മമ്മൂട്ടിയായിട്ട് സംസാരിക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു. അടൂർ സാറ് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന സമയമാണ്. ആ സമയത്ത് മമ്മൂക്ക ട്രീറ്റ്മെൻറ്റിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനൊരു പ്രയാസം ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് മമ്മൂക്ക തിരിച്ചു വന്നു, വിശ്രമിക്കുമെന്ന് അറിഞ്ഞപ്പോഴിങ്ങനെ അടൂർ സാറ് ഫോണിൽ ബന്ധപ്പെട്ടു. അതിനുശേഷം സ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് കൊടുത്തു. സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക ഇങ്ങോട്ട് പറഞ്ഞു, ഈ സിനിമ നമുക്ക് ചെയ്തുകൂടെ? അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ, മമ്മൂട്ടി കമ്പനിയെ കൊണ്ട് ആ സിനിമ ചെയ്യിക്കാനായിട്ട്. ഒരു വലിയ ഭാഗ്യമാണല്ലോ, മമ്മൂട്ടി കമ്പനി തന്നെ ആ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണല്ലോ അത്.